ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ഇവർക്ക് നല്ലൊരു പ്രഭാതം സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. നോമ്പിലെ അടുത്തൊരു വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ശബദിപുത്രന്മാരുടെ അഭ്യർത്ഥനയാണ് വായിക്കുന്നത്. ശരിക്കും അത് വായിക്കുമ്പോൾ നമ്മൾ ഓർക്കും, ഈ ശബദിപുത്രന്മാർ എന്താണ് ഇത്രയൊക്കെ ഈശോയുടെ കൂടെ നടന്നിട്ട് 3 വർഷം ഈശോയുടെ കൂടെ നടന്നിട്ട് എന്ത് ഈശോനെ മനസ്സിലാക്കിയില്ല എന്ന് നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്. ശരിക്കും ഒന്ന് ആഴത്തിൽ ചിന്തിച്ച് നോക്കി. ഇവന്മാർക്ക് മാത്രമല്ല, ബാക്കി ആർക്കും മനസ്സിലായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശബദിപുത്രന്മാർ വന്ന് ചോദിച്ചാൽ ശരിയാണ്, ഈശോ തന്നെ പീഡാസഹന മരണ ഉദ്ധാനങ്ങളെ കുറിച്ച് പറയുന്ന പ്രവചനത്തിന്റെ ഒടുവിലാണ് ശബദിപുത്രന്മാർ വന്ന് ചോദിക്കുന്നത്, പിതാവേ അങ്ങയുടെ വലതും ഇടതും ഇരിക്കാനുള്ള കൃപ എനിക്ക് തരണം. അപ്പൊ നമ്മളോർക്ക് ഇവർക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ. പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞ ഉടനെ തന്നെ വചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബാക്കി 10 പേർക്കും ഇവരോട് അമർഷം തോന്നി. എന്തിനാ അമർഷം തോന്നിയത്? അവർക്ക് കിട്ടാതെ പോയതിനെ കുറിച്ച്. പലപ്പോഴും അങ്ങനെ ചിലരൊക്കെ ഇത് പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റു പലരും അതിനെ മനസ്സിനെ ഒതുക്കി വെക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ വിധിക്കുമ്പോൾ ശരിക്കും ഒന്ന് ആഴത്തിൽ ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മുടെ മനസ്സിലുണ്ടാവുന്ന വികാരത്തിൽ നിന്ന് കൃത്യം മനസ്സിലാവും, എനിക്ക് തോന്നലുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു കള്ളത്തരം കാണിച്ചവനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തവനെ നമ്മളിങ്ങനെ വല്ലാതെ വിമർശിക്കുമ്പോൾ, ശരിക്കും ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് ചെയ്യുന്നില്ലേ? നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ടത് ഇതാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി മാത്രമല്ല, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ചില ചിന്തകളെ കൃത്യമായിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എവിടെയും ഒന്നാമനാവുക എന്നൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടെന്നുള്ളതാണ്. ഈ ആഗ്രഹത്തെ കൃത്യമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നിടത്ത് ജീവിതം കുറെ കൂടി സുന്ദരമാകും എന്നുള്ളതാണ്. ഈ ഒരു ദിവസം ചിന്തിക്കേണ്ടത് ഇതാണ്. നമ്മുടെ മറ്റു പലരുടെയും പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തി സംസാരിക്കുമ്പോൾ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ശരിക്കുള്ള എൻ്റെ ചില വികാരങ്ങളെ ഞാൻ മറച്ചു പിടിക്കുകയല്ലേ, ഞാൻ അതിനേക്കാളും മോശമായിട്ടിരിക്കുമ്പോൾ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കാം. എൻ്റെ കണ്ണിലെ ആ തടിക്കഷ്ണം എടുത്തു മാറ്റിയതിന് ശേഷം മാത്രം അവരുടെ ജീവിതത്തിലെ ആ കരടിനെ എടുത്തു മാറ്റാനുള്ള പരിശ്രമം ഉണ്ടാവട്ടെ. ചെയ്യേണ്ടത് ഒന്ന് മാത്രം, നമ്മുടെ വിശുദ്ധീകരണം. അടുത്തേക്ക് എത്താണ് ഈസ്റ്ററിലേക്ക്. ആ ഒരു വിശുദ്ധീകരണത്തിനായി ഒരു നല്ലൊരു കുമ്പസാരം നടത്താൻ, എന്നെ തന്നെ ഒന്ന് കണ്ടെത്താൻ, എന്നെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി എല്ലാ കൃപകളും ദൈവം നിങ്ങൾക്ക് നൽകുകയും ചെയ്യട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.